ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ്. അതും നമ്മുടെ പാഡൊക്കെ ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ബ്ലൗസാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുക്കാവേ. നമ്മുടെ ലെങ്താണ് ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത്. 15 ഇഞ്ചാണ് ഞാൻ ലെങ്ത് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്ത് 16 ഇഞ്ചിൽ വേണം നമ്മുടെ ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം നിങ്ങൾക്കിപ്പോൾ 14 ഇഞ്ച് മതി എന്നുണ്ടെങ്കിൽ 15 ഇഞ്ച് എടുക്കണം. 1 ഇഞ്ച് കൂട്ടി വേണം എടുക്കേണ്ടതേ. അപ്പോൾ നമ്മൾ അപ്പോഴായിരിക്കും നമ്മുടെ കറക്റ്റായിട്ടുള്ള ആ ഒരു ലെങ്ത് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതൊരു 34 സൈസിൻ്റെ ബ്ലൗസാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷോൾഡർ നമുക്ക് മാർക്ക് ചെയ്യാം. 5.5 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. 32, 34, 36 5.5 ഇഞ്ച് മതിയാവും. താഴേക്ക് കൈക്കുഴിയുടെ ഭാഗവും 5.5 ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് നമുക്ക് വരയ്ക്കാം. അപ്പോൾ താഴേന്നും 5.5 ഇഞ്ച് തന്നെയാണോ എന്നൊന്ന് കൺഫേം ചെയ്തേക്കണേ. ഇനി ചെസ്റ്റിന് വേണ്ടി നമുക്ക് മാർക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ 34 ഇഞ്ചാണ്. അപ്പോൾ 8.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. പ്ലസ് അതിൻ്റെ കൂടെ 2.5 ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചോ തയ്യൽ തുമ്പും മാർക്ക് ചെയ്യാം. ഇനി നമ്മുടെ ആം ഹോൾ വരയ്ക്കുന്നതിന് വേണ്ടി നമ്മുടെ ആ ഒരു ആം ഹോളിൻ്റെ ഭാഗത്തേക്ക് വരച്ച ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ പാതി കാണുക. അതിൻ്റെ പാതി കാണുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ടേപ്പ് വെച്ചിട്ട് ഫുള്ള് ഒന്ന് വരയ്ക്കുക. ആ ഒരു ഫുൾ അളവിലൊന്ന് വെച്ചിട്ട് അതിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ 5.5 ഫുള്ളിൽ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ടേപ്പ് മടക്കുമ്പോൾ നമുക്കതിൻ്റെ പാതി കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മുടെ താഴേക്കുള്ള വേസ്റ്റ് ഭാഗവും അടയാളപ്പെടുത്തുന്നുണ്ട്. അങ്ങോട്ടേക്കുള്ള അളവുകൾ ഓരോന്നും പലരുടെയും പല അളവായിരിക്കും. അപ്പം നിങ്ങളുടെ അളവ് ഒന്ന് നോക്കിയിട്ട് അതങ്ങോട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ മാർക്ക് ചെയ്ത ഭാഗങ്ങളെല്ലാം തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഫ്രണ്ട് ഭാഗത്തെ കൈക്കുഴി നമ്മൾ 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതും ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ആദ്യം തന്നെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ആ ലൈനിങ് പീസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്ത ആ കൈക്കുഴിയുടെ ഒരു 1/2 ഇഞ്ച് കുഴിച്ചു ചെയ്തല്ലോ, അതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ. അങ്ങനത്തെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ നെക്കാണ് അടയാളപ്പെടുത്തേണ്ടത്. 2.5 ഇഞ്ചാണ് ഞാൻ നെക്കിൻ്റെ വിട്ടെടുത്തിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ഒരു ലെങ്ത് ആവശ്യമായിട്ടുള്ളത് അതെന്തായാലും നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക കേട്ടോ. പക്ഷേ വിട്ട് നമുക്ക് 2.5 2.25 മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോൾഡറിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ലെങ്ത് നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു വി നെക്കാണ് അടയാളപ്പെടുത്തിയത് കേട്ടോ. എന്നിട്ട് ആ ഒരു സ്കെയിൽ വെച്ച് വി നെക്ക് അടയാളപ്പെടുത്തുക. അതിനുശേഷം നമുക്ക് അതൊന്ന് ഇച്ചിരി വൈഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യുക. കാര്യം നമ്മൾ ആ മാർക്ക് ചെയ്ത ആ ഒരു വി നെക്കിൻ്റെ ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പാതി കണ്ടിട്ട് ആ പാതിയിൽ നിന്ന് നമുക്കൊരു 3/4 ഇഞ്ചോ 1/2 ഇഞ്ചോ അങ്ങോട്ടൊന്ന് വൈഡാക്കി കൊടുക്കുക. ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ വീഡിയോയും കൂടെ ഒന്ന് നോക്കിക്കോടെ. ആ രീതിയിൽ നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വൈഡ് നെക്ക് ആകും, എന്നാൽ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്നും ഇറങ്ങിപ്പോകാതെ ഇരിക്കും. അപ്പോൾ അത് ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്.
ഇനി ഫ്രണ്ട് ഭാഗമാണേ. അതുപോലെ നമ്മൾ 2.5 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. അവിടെയും നിങ്ങൾക്ക് നെക്കിൻ്റെ ലെങ്ത് താല്പര്യമുള്ളത്രയും മാർക്ക് ചെയ്യാവുന്നതാണ്. ഫ്രണ്ടും ബാക്കും ഞാൻ വീനെക്ക് തന്നെയാണ് കൊടുക്കുന്നത്. നേരത്തെ ചെയ്ത മെത്തേഡുകളെല്ലാം തന്നെ അവിടെയും ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റിലും അത് പറഞ്ഞേക്കണേ. ഇനി ഞാൻ പറഞ്ഞല്ലോ നമ്മുടേതൊരു പ്രിൻസസ് കട്ടാണ് കൊടുക്കുന്നതെന്ന്. പ്രിൻസസ് കട്ടിൽ നമ്മുടെ ആ ഒരു ഷോൾഡറിൽ നിന്ന് നമ്മുടെ ചെസ്റ്റ് വരെയുള്ള ആ ഒരു ബ്രസ്റ്റ് വരെയുള്ള ഭാഗം നമുക്കൊന്ന് അടയാളപ്പെടുത്തണം. ഞാനിവിടെ 9.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ബ്രസ്റ്റ് ടു ബ്രസ്റ്റ് വിഡ്ത്ത് എത്രയാണോ അത് അടയാളപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ഷോൾഡറിൽ നിന്ന് നമ്മുടെ ആ ഒരു നിപ്പിൾ പോയിന്റിലേക്കുള്ള ഭാഗം നമ്മളായിട്ടൊന്ന് അളന്ന് നോക്കുക ടേപ്പ് വെച്ചിട്ട്. എന്നിട്ട് ആ ഭാഗത്തിൻ്റെ കൂടെ എത്രയായാലും ഒരു 1/2 ഇഞ്ച് കൂട്ടി വേണം അതിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത്. കാര്യം നമ്മൾ ഷോൾഡർ അടിച്ച് കഴിയുമ്പോൾ അത് കറക്റ്റാവും. അപ്പോൾ 1/2 ഇഞ്ച് കറക്റ്റാവും. അത് കഴിയുമ്പോൾ ആ ഒരു നിപ്പിൾ ടു ൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് അതും നമ്മൾ ടേപ്പ് വെച്ചൊന്ന് നോക്കുക. എന്നിട്ട് അതിൻ്റെ പാതിയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്, വിഡ്ത്തായിട്ട് കൊടുക്കുന്നത്. അതായത് നമ്മൾ 2ആയിട്ട് മടക്കി വെക്കുമ്പോൾ അതിൻ്റെ പാതി. ഇപ്പോൾ ഒരാളുടെ പോയിൻറ്റിൻ്റെ അളവെന്ന് പറയുന്നത് 6 ഇഞ്ചാണെങ്കിൽ അയാളിവിടെ അടയാളപ്പെടുത്തേണ്ടത് 3 ഇഞ്ചായിരിക്കണമേ. ഞാനിവിടെ 3.25 അടയാളപ്പെടുത്തിയത്. മനസ്സിലായെന്ന് കരുതുന്നു. എന്നിട്ട് അത് അടയാളപ്പെടുത്തിയിട്ട് രണ്ടിൻ്റെയും പോയിൻ്റ് ഒരുപോലെ വരുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ കർവ് ചെയ്ത് വീഡിയോയിൽ കണ്ടതുപോലെ വരച്ചെടുക്കുക. അപ്പോൾ ഞാൻ അതെല്ലാം നല്ല തുണിയിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ നല്ല തുണിയുടെ നല്ല വശവും ലൈനിങ് തുണിയുടെ നല്ല വശവും കൂടെ വെച്ച് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ പേൾപ്പിന്നൊക്കെ കുത്തി ഒരു മാറ്റമൊന്നും വരാതിരിക്കാൻ വേണ്ടി സെക്യൂർ ചെയ്തിട്ട് നമുക്ക് നെക്ക് പാർട്ട് തന്നെ ആദ്യം അടിച്ചു കൊടുക്കാവേ. ആ ഒരു വിയുടെ ആ പോയിന്റ് വരുന്ന ഭാഗം വരുമ്പോൾ സൂചി കുത്തി നിർത്തിയിട്ട് വീണ്ടും നമുക്കൊന്ന് അടിച്ചു കൊടുക്കാവേ. എന്നിട്ട് നമുക്ക് ആ നെക്ക് ഭാഗമൊക്കെ ബാലൻസ് വന്ന ആ തുണി ഉണ്ടല്ലോ അതങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇനി ആ സെൻറ്ററിലും പിന്നെ ആ കുറച്ച് 2 ഇഞ്ച് വ്യത്യാസത്തിൽ ഓരോ കട്ട് കൊടുത്ത് നമുക്കിത് തിരിച്ചെടുക്കേണ്ടതുണ്ട്. നമുക്ക് നല്ല ഒരു വൈഡായിട്ടുള്ളൊരു വി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഒരു പ്രിൻസസ് കട്ടിന് വേണ്ടി കൊടുത്തിട്ടുണ്ടല്ലോ ആ ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റുന്നില്ല, അല്ലാണ്ട് തന്നെ ആണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്യാതെടുക്കുമ്പോഴായിരിക്കും തുടക്കക്കാരെ സംബന്ധിച്ച് പ്രിൻസസ് കട്ട് നല്ല പെർഫെക്ഷനോടെ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ മെത്തേഡ് ഒന്ന് ചെയ്ത് നോക്കുക.
അപ്പോൾ നമ്മൾ ആ വരച്ചെടുത്ത ഭാഗം ഉണ്ടല്ലോ, ആ 9.5 ഇഞ്ചും 3.25 ഇഞ്ചും വന്ന ആ ഒരേ പോയിൻ്റ്, ആ പോയിന്റിൽ നമ്മൾ വരച്ചെടുത്തല്ലോ, ആ വരച്ചെടുത്ത ഭാഗത്ത് കൂടെ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോകാം. 9.5 3.25 ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. ബ്രസ്റ്റ് ടു ബ്രസ്റ്റ് വിഡ്ത്തും ഷോൾഡർ ടു ബ്രസ്റ്റ് ആയിട്ടുള്ള ലെങ്തുമാണ് ആ 9.5 3.25 എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് അളന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് അളവെടുക്കേണ്ടത്. അപ്പോൾ ലൈനിങ്ങിൽ ചെയ്തതുപോലെ തന്നെ മെയിൻ ക്ലോത്തിലും ഞാൻ അങ്ങനെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ കപ്പ് ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ലൈനിങ്ങിന് വേറെ, ക്ലോത്തിന് മെയിൻ ക്ലോത്തിന് വേറെ ആയിട്ടൊക്കെ സ്റ്റിച്ച് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് തന്നെ ആ ഒരു പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളേ. നിങ്ങൾക്ക് മനസ്സിലായി, ഞാനിവിടെ പാഡ് ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ സെപ്പറേഷനിൽ സ്റ്റിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പാഡ് എടുത്തിട്ടുണ്ട്. ഈ പാഡ് എടുക്കുന്നതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളുടെ ബ്രസ്റ്റ് സൈസ് 32 ആണെങ്കിൽ, 32 ഉള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് അതിൻ്റെ 2 ഇഞ്ച് കുറച്ച് 32 സൈസുള്ള ഒരു പാഡായിരിക്കണം വാങ്ങി വെക്കേണ്ടത്. അതുപോലെ തന്നെ 34 ഉള്ള ആളാണെങ്കിൽ 32. അപ്പം നമ്മുടെ സൈസ് ഏതാണോ അതിൽ നിന്നും 2 ഇഞ്ച് കുറവായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്ന പാഡിൻ്റെ അളവ്. അപ്പോൾ ഞാൻ ആ ഒരു കപ്പിൽ അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് ചോക്ക് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ നമ്മുടെ ആ ലൈനിങ്ങിൽ 9.5 3.25 കറക്റ്റ് വന്ന ഭാഗമാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം, അതായത് ആ ഒരു പോയിൻ്റ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു കപ്പ് അതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതെന്ന് വെച്ചാൽ 2-3 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓടിച്ചാൽ മതിയേ, കെട്ടിട്ട് സ്റ്റിച്ച് കൊടുക്കുക, അത്രേ ഉള്ളൂ. അത് പിന്നെ മൂവ് ആകത്തൊന്നും ഇല്ല. അതുപോലെ തന്നെ നമുക്ക് മറ്റേ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് ഇങ്ങനെ വന്നിട്ടുണ്ട്. അത് നമ്മുടെ ആ ഒരു കപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു കപ്പിന് പിന്നെ വിസിബിൾ ആകത്തതും ഇല്ല, എന്നാൽ അത് സെക്യൂറായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് നേരത്തെ ചെയ്തതുപോലെ തന്നെ നല്ല വശവും ചേർത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങളിൽ പലർക്കും പല മോഡലുകളിലും ആയിരിക്കും ഇത് ചെയ്യുന്നതും കപ്പ് ആഡ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയകൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ചാനലിലേക്ക് ഒന്ന് കമൻറ്റിൽ ഷെയർ ചെയ്തേക്കണേ. നമ്മൾ തുടക്കക്കാർ കാണുന്നത് കൊണ്ടാണ് നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് അധികം ഓടിച്ചു വിടാണ്ട് ഇത് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ ഷോൾഡറും ഫ്രണ്ട് പാർട്ടിൻ്റെ ഷോൾഡറും തമ്മിൽ നമുക്കിനി ഒന്ന് ജോയിൻ ചെയ്യാം. അതിനായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ബാക്ക് പാർട്ടിൻ്റെ ഷോൾഡറും അതായത് നല്ല തുണിയും ലൈനിങ് തുണിയും തമ്മിൽ ഇങ്ങനെ വിടർത്തി വെച്ചിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ ഷോൾഡർ ഭാഗം ഉണ്ടല്ലോ അത് അതിലേക്ക് വെച്ച് കൊടുക്കുക. ഈ സമയത്ത് നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ ഷോൾഡറിലെ ലൈനിങ് തുണിയിൽ നമ്മൾ സ്റ്റിച്ച് കൊടുത്തിട്ടില്ല. ആദ്യം ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ലൈനിങ് തുണിയും കൂടെ ഈ തുണികളിലേക്ക് വെച്ച് കൊടുക്കുക, എന്നിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് മറ്റേ ഭാഗവും ചെയ്തെടുക്കാം. എന്നിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ ആ ഷോൾഡറുകൾ തമ്മിൽ ഒരേറ്റക്കുറച്ചിലും ഇല്ലാണ്ട് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും.
കണ്ടോ, നമുക്കിവിടെ ഒരു ഏറ്റക്കുറച്ചിലുകളും വന്നിട്ടില്ല. ഇനി നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ ആ നെക്ക് ഭാഗം പതിച്ചടിക്കാം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ബാക്ക് പാർട്ടിൻ്റെ നെക്ക് നമ്മൾ പതിച്ചടിക്കുന്നതിന് മുമ്പായിരിക്കണം ഷോൾഡറുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്യേണ്ടത്. ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം വേണം നമ്മളിങ്ങനെ പതിച്ചടിക്കാൻ, നെക്ക് പതിച്ചടിക്കാൻ. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. എന്നാലും മനസ്സിലാവുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ കാണുന്നവരൊന്ന് കമൻറ്റിൽ പറഞ്ഞേക്കണേ. അപ്പോൾ നമുക്ക് ബാക്കും ഫ്രണ്ടും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ബ്ലൗസ് ബാക്ക് ഓപ്പൺ ആണെന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ ഈ ക്ലോത്തിൻ്റെ ഉണ്ടല്ലോ ബാക്ക് പാർട്ടിൻ്റെ ആ ഷോൾഡറൊക്കെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് പിൻ ചെയ്ത് സെക്യൂർ ചെയ്യുകയാണേ, ആ നെക്കിൻ്റെ പാർട്ടെല്ലാം. കാര്യം നമ്മളിപ്പോൾ സെൻറ്റർ അങ്ങ് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് സെൻറ്റർ ഭാഗം വന്നാൽ മാത്രമേ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളേ. നിങ്ങൾ ചെയ്യുമ്പോഴും ഈ നെക്കൊക്കെ കറക്റ്റായിട്ട് പിടിച്ച് വെച്ചതിന് ശേഷമേ ഇങ്ങനെ കട്ട് ചെയ്യാവുള്ളേ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതുപോലെ ഒരു തുണി എടുത്തിട്ട് അതിൻ്റെ നല്ല വശത്തേക്ക്, ഇത് നമ്മുടെ ഹുക്ക് വരുന്ന ഭാഗമാണേ, നല്ല വശത്ത് തന്നെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാവേ. ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ലൈനിങ് തുണിയും നല്ല തുണിയും എല്ലാം ചേർത്ത് ഇതുപോലൊന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം ഇത് നമ്മൾ ഇങ്ങനെ നിവർത്തിയെടുക്കുക. എന്നിട്ടത് അകത്തേക്ക് ആ തുണിയുടെ മോശം വശത്തിലേക്ക് ആദ്യം ഒന്ന് മടക്കി പിന്നെ ഫുള്ളായിട്ട് മടക്കിയിട്ട് നമുക്കൊന്ന് അടിക്കാം. കണ്ടോ, ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കി പിന്നെ അതിന് ശേഷം ഫുള്ളായിട്ട് മടക്കി. അപ്പോൾ ഇതിന് വേണ്ടി എടുത്ത ആ ഒരു ക്ലോത്ത് ഒരു 2 ഇഞ്ചായിരിക്കണമേ. ഹുക്ക് വെക്കാൻ വേണ്ടി എടുത്ത തുണിയുടെ ക്ലോത്തിൻ്റെ വിഡ്ത്ത് 2 ഇഞ്ചായിരിക്കണമേ. ലെങ്ത് നമ്മുടെ മെയിൻ തുണിയേക്കാളും കുറച്ച് കൂടുതൽ എടുത്തേക്കണം. എന്നിട്ട് നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ ബാലൻസ് അങ്ങ് കട്ട് ചെയ്യാതെ കളയാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം. ഇനി മറ്റേ നമ്മുടെ ഐ വരുന്ന ഭാഗമാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു 3 ഇഞ്ചിലാണ് തുണി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ മോശം വശത്താണ് ആ ഒരു തുണി വെക്കുന്നത്. എന്നിട്ട് നല്ല വശത്തിലേക്ക് 1/2 ഇഞ്ച് വെച്ചിട്ട് ഒന്ന് എല്ലാം സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് കെട്ടിട്ട് വേണേ സ്റ്റിച്ച് ചെയ്യേണ്ടത്. താഴേക്ക് അടിച്ചു വരുന്നു. എന്നിട്ട് നമ്മളിത് നല്ല വശത്തിലേക്ക് എടുത്തിടും. കണ്ടോ, മറ്റേത് മോശം വശത്തിലേക്കായിരുന്നു, ഇതിപ്പോൾ നല്ല വശത്തേക്ക് എടുത്തിടുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ മടക്കി, എന്നിട്ടിത് ഫുള്ളായിട്ട് നമ്മൾ മടക്കത്തില്ല, കുറച്ച് തുണി ഇങ്ങോട്ട് ഇട്ടിട്ട് വേണം നമ്മളിത് ഇങ്ങനെ മടക്കിയെടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഒന്ന് സ്റ്റിച്ച് കൊടുക്കാവേ. നമ്മൾ ഈ സമയത്ത് തന്നെ ഐയൊക്കെ ഹുക്കിൻ്റെ ആ ഒരു ഐ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണേ. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മൾ ഓരോ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ആ ഭാഗത്തൂടെ, നിങ്ങൾ തുടക്കക്കാരായതുകൊണ്ട് ഒരു കുഞ്ഞു കുഞ്ഞു ഭാഗം ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ പുറത്തൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ബാക്കിൽ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ഹുക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ
സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കഴിയുമ്പോൾ ബാക്കിൽ കുറച്ച് ഓപ്പണായിട്ട് ഹോള് പോലെ കിടക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം തന്നെ ഹുക്കൊക്കെ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഫുള്ളും നമ്മളായി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഭാഗമൊക്കെ ബാലൻസ് കിടക്കുന്നതൊക്കെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാവേ. ക്ഷമിക്കണം, ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്നത് കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ സ്ലീവിൻ്റെ നല്ല വശവും ബോഡി പാർട്ടിൻ്റെ നല്ല വശവും തമ്മിൽ സെൻറ്റർ ഭാഗത്തു നിന്നും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് കൊണ്ടുവരാം. സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് തന്നെ എടുക്കണം. ഞാനിവിടെ ഡബിൾ സ്റ്റിച്ച് തന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനെ 2 സ്ലീവും നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ താഴ്ഭാഗത്ത് ഒന്ന് പടി വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ ഒരു 4 ഇഞ്ച് വിട്ടുള്ള തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ 2ആയിട്ട് മടക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല വശത്താണ് ഇതാദ്യം വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നല്ല വശത്താണ് സ്റ്റിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ആ ഒരു ക്ലോത്തിനെ നമ്മൾ ബാക്ക് പാർട്ടിലോട്ട് വെച്ച് സ്റ്റിച്ച് കൊടുക്കുന്നു. അതായത് മോശം വശത്തിലേക്ക് ഫുള്ളായിട്ട് മടക്കിയിട്ട് നമ്മളത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ബാക്ക് പാർട്ടിലും ആ ഒരു ഹുക്കിൻ്റെ അടിയുടെ ഭാഗം ഉണ്ടല്ലോ, അതിനെ കവർ ചെയ്ത് വിട്ട് വേണം ഈ ഒരു ക്ലോത്തിനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. കണ്ടോ, ആ ഒരു പാർട്ടിലേക്ക് കവർ ചെയ്തിട്ടാണ് നമ്മൾ വെക്കുന്നത്. എന്നിട്ടതാ ഇങ്ങനെ നിവർത്തിയെടുത്തിട്ട് മോശം വശത്തിലേക്ക് ഇട്ട് സ്റ്റിച്ച് കൊടുക്കാവേ. കണ്ടോ, ഇപ്പോൾ ആ ഒരു കവർ ചെയ്ത തുണിയൊക്കെ നമ്മൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് വേണം നമ്മളൊന്ന് കെട്ടിട്ട് നിർത്തണമേ. ആ ഒരു ഭാഗം കറക്റ്റായിട്ടൊന്ന് വെച്ചേക്കണേ. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ ഭാഗവും ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബ്ലൗസിന് തമ്മിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് കുത്തിക്കൊണ്ട് കയറുന്ന വിഷയമൊക്കെ ഉള്ളവരാണെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ബ്ലൗസിൻ്റെ നല്ല വശത്ത് വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണമേ. ഇതാ കണ്ടോ, നല്ല വശം വെച്ചിട്ടാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. കാര്യം നമ്മുടെ അല്ലാണ്ട് തന്നെയും ഈ ഒരു അരികു വശമൊക്കെ പിന്നീട് ഇങ്ങനെ നൂല് വിട്ട് വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഭാഗം ചെയ്താൽ നമുക്ക് ഉപകാരമായിരിക്കുമേ. അങ്ങനെ നല്ല വശം തമ്മിൽ അടിച്ചതിന് ശേഷം ഞാൻ വീണ്ടും നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ മോശം വശം എടുത്തിട്ട് അങ്ങോട്ടേക്ക് സ്റ്റിച്ച് കൊടുക്കുവാണേ. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ഇതായിപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്.
ഇതിൽ വേണേൽ നമുക്ക് കുറച്ച് ലേസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് ഭംഗിയാക്കാവുന്നതാണ്. ഞാൻ ലേസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ വീഡിയോ ഒന്ന് എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്കൊന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്നെ അതിൻ്റെ കമൻറ്റുകളൊക്കെ പറയുകയും ചെയ്യണേ. വീണ്ടും അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാ കണ്ടോ, നമ്മുടെ ആ ഒരു പാടൊക്കെ ആഡ് ചെയ്തിരിക്കുന്ന ഭാഗമൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അതൊരിക്കലും ഇനി മാറിപ്പോവുകയൊന്നുമില്ല, കറക്റ്റായിട്ട് അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഹാൻഡ് വർക്കൊക്കെ ചെയ്ത് സൂപ്പറായിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ.